ആൽബങ്ങളിലും ക്ഷേത്രാങ്കണങ്ങളിലും പാടിയിരുന്ന ഷൊർണൂർ സ്വദേശിനിയായ അധ്യാപിക ഇനി ചലച്ചിത്ര പിന്നണി ഗായിക. അടുത്ത മാസം പുറത്തിറങ്ങുന്ന ശുക്രൻ എന്ന സിനിമയിലാണ് ഗായകൻ ശങ്കർ മഹാദേവനൊപ്പം കുളപ്പുള്ളി തുളസി നിലയത്തിൽ ശ്രീജ തുളസീധരൻ പാടുന്നത്. സ്കൂൾ പഠനകാലത്ത് ചേലക്കര ലിറ്റിൽ ഫ്ലവർ കോൺവെൻറ്റിൽ വെച്ച് അന്നത്തെ സംഗീതാധ്യാപികയായ സരസ്വതിയാണ് ശ്രീജയിലെ പാട്ടുകാരിയെ കണ്ടെത്തിയത്. സംഗീതത്തിൻ്റെ ബാലപാഠങ്ങളെല്ലാം സരസ്വതി ടീച്ചറിൽ നിന്നായിരുന്നു. അതിനുശേഷം സംഗീത ലോകത്ത് നിന്ന് വിട്ടുനിന്നെങ്കിലും വിവാഹശേഷം ഭർത്താവ് തുളസീധരൻ്റെ പിന്തുണയോടെ സജീവമായി. തിരുവില്ലാമല നിർമ്മല കേശവനുണ്ണി, ബാലഗംഗാധരൻ, ഷീബ പ്രദീപ് എന്നിവരാണ് സംഗീതത്തിലെ ശ്രീജയുടെ ഗുരുക്കന്മാർ. സിനിമാ ഗാനങ്ങൾ വിവിധ ആഘോഷ പരിപാടികളിലും വാർഷികാഘോഷങ്ങളിലും പാടുകയും അത് സമൂഹമാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുകയും ചെയ്യുമായിരുന്നു. ജീവിതത്തെക്കുറിച്ചോ സ്വപ്നങ്ങളെക്കുറിച്ചോ ഒന്നും വലിയ കണക്കുകൂട്ടലുകളൊന്നും ഇല്ലാതിരിക്കുമ്പോഴാണ് സാമൂഹിക മാധ്യമത്തിൽ നിന്ന് ശ്രീജയുടെ പാട്ട് കേട്ട് ശുക്രൻ എന്ന സിനിമയുടെ പിന്നണിയിൽ ഒരു പാട്ട് പാടാനുള്ള അവസരം നൽകിക്കൊണ്ട് സംഗീത സംവിധായകൻ സ്റ്റിൽജു അർജുൻ്റെ വിളി വരുന്നത്. ഞാൻ ശ്രീജ തുളസീധരൻ. ഞാനിന്നിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ സംഗീതത്തിലെ മഹാരഥന്മാരിൽ ഒരാളായ ശ്രീ ശങ്കർ മഹാദേവൻ സാറിൻ്റെ കൂടെയാണ്. ബോളിവുഡ് സിംഗറും കൂടിയാണ് അദ്ദേഹം. എല്ലാവർക്കും സുപരിചിതനാണ്, ബഹുമാന്യനാണ്. സാറിൻ്റെ കൂടെ ഒരു സിനിമയുടെ പിന്നണി ഗാനരംഗത്ത് ശബ്ദം നൽകാൻ എനിക്ക് സാധിച്ചിരിക്കുകയാണ്. അതിൻ്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് നമ്മുടെ ഇടുക്കി ജില്ലയുടെ സ്വന്തം സംഗീത സംവിധായകനായ ശ്രീ സ്റ്റിൽജു അർജുൻ സാറാണ്. അദ്ദേഹമാണ് ഇത്തരത്തിലൊരു അനുഗ്രഹീതമായ അവസരം എനിക്ക് നൽകിയത്. ഈ സിനിമയുടെ സംവിധായകൻ ശ്രീ ഉബൈനി, തിരക്കഥാകൃത്ത് ശ്രീ രാഹുൽ കല്യാൺ. നീൽ സിനിമാസിൻ്റെ ബാനറിൽ പുറത്തിറങ്ങുന്ന ഈ സിനിമയിലാണ് ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് ഇങ്ങനെ ഒരു നല്ലൊരു ഗാനത്തിന് ശബ്ദം നൽകാൻ സാധിച്ചത്. ശ്രീ വയലാർ ശരത്ചന്ദ്രവർമ്മയാണ് ഇതിൻ്റെ ഗാനരചന നിർവഹിച്ചിരിക്കുന്നത്. വയലാർ ശരത്ചന്ദ്രവർമ്മ എഴുതിയ കണ്ണിൽ കണ്ണാടിച്ചന്തം എന്ന് തുടങ്ങുന്ന ഗാനമാണ് ശങ്കർ മഹാദേവനൊപ്പം ആലപിച്ചത്. നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്റ്റിൽജു അർജുൻ, മ്യൂസിക് ഡയറക്ടറാണ്. ഒരു വലിയ സന്തോഷം. ശങ്കർജിയോടൊപ്പം ഞാൻ ഒരുപാട് ബഹുമാനിക്കുന്ന, അല്ലെങ്കിൽ എൻ്റെ ഗുരു തുല്യനായ ശങ്കർജിയോടൊപ്പം ശങ്കർജിയുടെ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ ഇപ്പോൾ ഒരു പാട്ട് പാടിക്കഴിഞ്ഞിരിക്കുകയാണ്. ശുക്രൻ എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള പാട്ടാണ് പാടിക്കഴിഞ്ഞിരിക്കുന്നത്. അതിനോടൊപ്പം പാടിയിരിക്കുന്നത് ശ്രീജ തുളസീധരനാണ്. ഒരുപാട് സന്തോഷം. ഈ ഗാനം എഴുതിയിരിക്കുന്ന ശ്രീ വയലാർ ശരത്ചന്ദ്രവർമ്മ, ഇതിൻ്റെ ഡയറക്ടർ, ഫിലിമിൻ്റെ ഡയറക്ടർ ശ്രീ ഉബൈനി, ഇതിൻ്റെ തിരക്കഥാകൃത്ത് രാഹുൽ കല്യാൺ. എല്ലാവരും ഞങ്ങളുടെ ഈ സിനിമ കാണണം, ഇതിലെ ഗാനങ്ങൾ കേൾക്കണം. ആദ്യം തൊടുപുഴയിലെ സ്റ്റുഡിയോയിൽ വെച്ച് മുഴുവനായും പാടിക്കേൽപ്പിച്ചു. പിന്നീടാണ് മുംബൈയിലുള്ള ശങ്കർ മഹാദേവന്റെ സ്റ്റുഡിയോയിൽ എത്തി ഇരുവരും ചേർന്ന് പാടിയത്. ആദ്യം തൊടുപുഴയുള്ള സാറിൻ്റെ തന്നെ സ്റ്റുഡിയോയിൽ വെച്ചിട്ടായിരുന്നു ഇതിൻ്റെ ആദ്യത്തെ ട്രയൽ റെക്കോർഡിംഗ് നടത്തിയത്. അങ്ങനെ 1-2 പ്രാവശ്യം സാറിൻ്റെ സ്റ്റുഡിയോയിൽ പോയി ഇതിൻ്റെ പ്രാക്ടീസും ട്രയൽ റെക്കോർഡിങ്ങുകൾ 2 പ്രാവശ്യം നടത്തുകയുണ്ടായി. പിന്നെയാണ് മെയ് 13-ാം തീയതി ബോംബെയിലുള്ള ശങ്കർജിയുടെ സ്റ്റുഡിയോയിലെത്തുകയും അവിടെ നിന്നാണ് ഇതിൻ്റെ റെക്കോർഡിംഗ് പൂർത്തിയാക്കിയത്. സാറിനോടൊപ്പം ഉള്ള റെക്കോർഡിംഗ് വളരെ ജീവിതത്തിലെ മറക്കാനാവാത്ത ഒരു അനുഭവമായി മാറി. ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് സിനിമയിൽ പാടാൻ പറ്റുമെന്നോ അല്ലെങ്കിൽ ശങ്കർജിയെ പോലെ ഒരാളുടെ കൂടെ പാടാൻ പറ്റുമെന്നോ ഞാൻ ഒരിക്കലും കരുതിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ എങ്ങനെയോ ഒരു ദൈവ അനുഗ്രഹം, അല്ലെങ്കിൽ ഗുരുക്കന്മാരുടെയും മാതാപിതാക്കളുടെയും ഒക്കെ അനുഗ്രഹം, അങ്ങനെ അതുവരെ എത്തിപ്പെട്ടു. പട്ടാമ്പിക്കടുത്തുള്ള കാരക്കാട് AMUP സ്കൂളിലെ കണക്കധ്യാപികയാണ് ശ്രീജ. സംഗീതത്തെപ്പോലെ അധ്യാപനവും ഒരുപാട് ഇഷ്ടപ്പെടുന്നതിനാൽ രണ്ടും ഒരുപോലെ കൊണ്ടുപോകണമെന്നാണ് ഇപ്പോഴത്തെ ആഗ്രഹമെന്ന് ശ്രീജ തുളസീധരൻ പറഞ്ഞു. അനീഷ് വർഷ സംവിധാനവും സ്റ്റിൽജു അർജുൻ സംഗീത സംവിധാനവും ചെയ്യുന്ന നിർമ്മാണം പുരോഗമിക്കുന്ന എപ്പോഴും എന്ന സിനിമയിൽ വയലാർ ശരത്ചന്ദ്രവർമ്മ എഴുതിയ വരികൾ ആലപിക്കുന്നതും ശ്രീജ തുളസീധരനാണ്. റജീന നൌഷാദ് എഴുതി വിമൽ മോഹൻ ഈണം നൽകിയ
ഹൃദയത്തിരമാലകൾ എന്ന കവിത ആലപിച്ചുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ ശ്രീജ ശ്രദ്ധേയയായത്. ആ കവിതയ്ക്ക് SP ബാലസുബ്രഹ്മണ്യൻ സ്മാരക ഗാനമാലിക പുരസ്കാരവും ലഭിക്കുകയുണ്ടായി. B. രാജഗോപാൽ രചനയും സംഗീതവും നിർവഹിച്ച ശ്രീജ പാടിയ പാട്ട് അനിമേഷൻ വീഡിയോ ആക്കിയിരുന്നു. മിണ്ടാപ്പെണ്ണ കുറിഞ്ഞിപ്പൂച്ച എന്ന് തുടങ്ങുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള പാട്ട് ഇതിനോടകം 8 ലക്ഷം പേരാണ് കണ്ടത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ.